ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. നമുക്ക് ഇന്ന് വെളിപ്പാട് പുസ്തകം ആ, നമ്മുടെ ആ സ്റ്റഡി ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആം, നമ്മൾ പഠിക്കുന്നത് വെളിപ്പാട് പുസ്തകം എങ്ങനെ ദൈവം മഹോപദ്രവകാലത്തിൽ കൂടി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഉൽപ്രാവനത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഉള്ള യഹൂദ വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഉപദേശങ്ങളാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഈ പകൽക്കാലം നമുക്ക് അതേ വിഷയം നമുക്കൊന്ന് തുടരാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് മലയാളത്തിൽ നിന്ന് വായിച്ച് കേൾക്കാം. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. Praise the Lord. The revelation of Jesus Christ, which God gave unto him to show unto his servants things which must shortly come to pass, and he sent and signified it by his angel unto his servant John. അപ്പോൾ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ഒരു ഹൈറാർക്കി നമുക്ക് കാണാൻ കഴിയും. ഗോഡ് gives to Jesus Christ, Jesus Christ gives to his angel, the angel gives to the servant John, and John gives that information to his servants Israel. അപ്പൊ പലർ ചിന്തിക്കും, അപ്പോൾ ദൈവം അവന് കൊടുത്തു, ക്രിസ്തുവിന് കൊടുത്തു. അപ്പോൾ ചിലർ ചിന്തിക്കും, അപ്പോൾ ഇവിടെ ക്രിസ്തുവിനെ ദൈവം എന്ന് വിളിച്ചിട്ടില്ല. അപ്പൊ ദൈവം, പിതാവ് ആയ ദൈവം ക്രിസ്തുവിന് കൊടുത്തു. അപ്പോൾ ക്രിസ്തു ദൈവമല്ല എന്ന് കാണിക്കുവാൻ യൂസ് ചെയ്യുന്നൊരു വാക്യമായിട്ട് മാറിയിരിക്കുക റെവലേഷൻ ചാപ്റ്റർ 1:1. പക്ഷെ അങ്ങനെ അല്ല. ഒരിക്കലും കർത്താവായ യേശുക്രിസ്തുവിന് മറഞ്ഞിരുന്ന ഒരു വെളിപ്പാടല്ല പിതാവ് പുത്രന് കൊടുക്കുന്നത്. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ പിതാവായ ദൈവം പുത്രനിൽ കൂടിയാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. God the Father reveals himself through the Son. God is appointing the Son to reveal the mystery to his servant John. പിതാവായ ദൈവം പുത്രനാം ദൈവത്തെ എന്ത് ചെയ്തിരിക്കുക? അപ്പോയിന്റ് ചെയ്യുക, അലൗ ചെയ്യുക, പെർമിറ്റ് ചെയ്യുക, കാണിക്കെ, ഗോ റിവീൽ ദിസ്. ഈ ജ്ഞാനം പഴയ നിയമ പുസ്തകത്തിൽ, അതായത് ദാനിയലിന്റെ പുസ്തകത്തിൽ ദാനിയലിനോട് പറഞ്ഞത് എന്താണ്? മുദ്രയിട്ട് അടച്ചു വെക്കുക. ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ യുഗാവസാനത്തിലേക്കുള്ളതാണ്, അല്ലേ? ഇവിടെ പിതാവായ ദൈവം പറയുക, ദ ടൈം ഹാസ് കം, റിവീൽ. അത് തന്നെയല്ല നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, പഴയ നിയമത്തിൽ ദൂതന്മാരുടെ റോൾ വളരെ പ്രാധാന്യമുള്ളതാണ്. ഉദാഹരണത്തിന് മോശയുടെ ന്യായപ്രമാണം ദൂതന്മാരുടെ മധ്യസ്ഥതയിൽ കൂടിയാണ് ദൈവം മോശയ്ക്ക് കൊടുക്കുന്നത്. അതൊരു ഷാഡോ. അതുപോലെയാണ് ഇവിടെ ദൂതന്മാരുടെ മധ്യസ്ഥതയിൽ കൂടിയാണ് ഈ വെളിപ്പാട് പുസ്തകം യോഹന്നാന് കൊടുക്കുന്നത്. എന്നാൽ കൃപയുടെ യുഗത്തിൽ അങ്ങനെയല്ല. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ 9-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു നേരിട്ട് പൗലോസ് അപ്പോസ്തലന് വെളിപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? ദർശനങ്ങൾ, ഉപദേശം, ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഉപദേശങ്ങളെല്ലാം, സുവിശേഷം, രക്ഷാപദ്ധതി, ദ മിസ്റ്ററി, ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരുന്ന മർമ്മം, നിഗൂഢമായിരുന്ന മർമ്മം കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് പൗലോസിന് വെളിപ്പെടുത്തി കൊടുക്കുക.
അല്ല, അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരുന്നതും എന്നായത്. അല്ലെ? നമുക്ക് മൂന്ന് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഹൗ ഗോഡ് റിവീൽസ് ഹിംസെൽഫ് ത്രൂ ഹിസ് സൺ. യോഹന്നാൻ സുവിശേഷം 1:18, മത്തായി സുവിശേഷം 11:27, 1 യോഹന്നാൻ 5:20 നമുക്കൊന്ന് വായിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മത്തായി 11:27. എന്റെ പിതാവ് സകലവും എങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല. 1 യോഹന്നാൻ 5:20. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനും ആകുന്നു. Praise the Lord. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്, ഹി ഈസ് ദ ട്രൂ ഗോഡ് ആൻഡ് ദ എറ്റേണൽ ലൈഫ്. എന്നിട്ട് പിതാവായ ദൈവം പുത്രനിൽ കൂടിയാണ് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് നൽകിയിരിക്കുന്നത്. അല്ലെ? മറ്റൊരിടത്ത് എഴുതിയിട്ടുണ്ട്, ആരും പിതാവിനെ കണ്ടിട്ടില്ല. നമുക്ക് പിതാവായ ദൈവം അദൃശ്യനായ ദൈവമാണ്, നമുക്ക് ആർക്കും കാണാൻ കഴിയുകയില്ല. നമുക്ക് മുൻപോട്ട് പോകാം. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ ഓൾമോസ്റ്റ് 500ഓളം റെഫറൻസസ്, പഴയ നിയമ പുസ്തകങ്ങളെ കുറിച്ചുള്ള റെഫറൻസസ്, പല ഉദാഹരണങ്ങൾ ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചാർട്ട് വിൽമിങ്ടൺസ് ഗൈഡ് ടു ദ ബൈബിൾ എന്നുള്ളൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. ഓൾമോസ്റ്റ് 500 റെഫറൻസസ്. ഉൽപ്പത്തിന്ന് 13 പ്രാവശ്യം നമ്മൾ നോക്കിയാൽ, നെഹമ്യാവ്, സങ്കീർത്തനങ്ങളിൽ അനേക റെഫറൻസസ് മഹോപദ്രവകാലത്തെക്കുറിച്ച് നമുക്ക് സങ്കീർത്തനത്തിൽ കാണാൻ കഴിയും. ആസാഫ് പറയുന്നു, എൻ്റെ കുറുമ്പ്രാവിനെ ദുഷ്ടമൃഗങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കയില്ല. അതേതാണ്? ആ ലിറ്റിൽ ഫ്രോഗ്, ആ റെമനന്റ് ചർച്ച്, അശേഷിപ്പ് ചർച്ച് അന്ത്യകാലത്ത് അതിനെ ആന്റൈ ക്രൈസ്റ്റിന്, ആ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല, കർത്താവ് കാക്കും എന്നുള്ളൊരു കാര്യങ്ങളാണ്. അങ്ങനെ എത്രയോ റെഫറൻസസ് ഉണ്ട് റെവലേഷൻ, വെളിപ്പാട് പുസ്തകത്തിൽ, പഴയ നിയമ പുസ്തകങ്ങളെ കോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അതേസമയം പൗലോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ പറയുന്നത് ക്രിസ്തുവിന്റെ അഗോചരമായ ധനത്തെക്കുറിച്ച്, മഹിമയെക്കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ 13 ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് അതിന്റെ റെഫറൻസ് നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. കാരണം എന്തായിരുന്നു? അത് പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് ലേഖനം 1:25-26 വാക്യത്തിൽ പറയുന്നത്, ഇത് മുൻ തലമുറകളിൽ ആർക്കും തന്നെ വെളിപ്പെട്ടിട്ടില്ല, അത് ഇപ്പോൾ വെളിവായി വന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് കാണാൻ കഴിയും ഹൗ the book of Revelation is leading back to the reference of Old Testament. ഉദാഹരണത്തിന് യെരമ്യാവിനോട് ദൈവം പറയുകയുണ്ടായി, ഒരു നിലം വാങ്ങുക, എന്നിട്ട് അതിന്റെ ആധാരത്തെ ഒരു മൺകലത്തിൽ സൂക്ഷിച്ചു വെക്കുക. ആ കോൺസെപ്റ്റ് എന്തായിരുന്നു? യെരമ്യാവിനോട് പറയായിരുന്നു, എൻ്റെ ജനം ഈ ദേശത്തിൽ നിന്ന് പിടിക്കപ്പെട്ടു മറ്റൊരു ദേശത്തേക്ക് കൊണ്ടുപോകപ്പെടാൻ പോവുക, അടിമകളായിട്ട് കൊണ്ടുപോകപ്പെടാൻ പോവുക. എന്നാലും ഒരു ദിവസം അവരെ ഞാൻ മടക്കി കൊണ്ടുവരും. അതിൻ്റെ ഒരു പ്രത്യാശയുടെ ഒരു കാര്യമായിട്ടാണ് ദൈവം യെരമ്യാവിനോട് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ദ ആർക്ക് ഓഫ് കവനന്റ്, നിയമപ്പെട്ടകത്തിൽ 3 കാര്യങ്ങൾ വെക്കാൻ എന്ന് പറയുന്നുണ്ട്. ഒന്ന്, അഹരോന്റെ തളിർത്ത വടി, കൽപ്പനകളുടെ മോശയുടെ നിയമത്തിന്റെ കൽപ്പലകകൾ. മൂന്നാമത്തേത് ഒരു സ്വർണ്ണ കുടത്തിൽ
മന്ന സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. അതേ കാര്യങ്ങൾ നമുക്ക് ഈ വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയും. ജയിക്കുന്നവന് ഞാൻ മന്ന കഴിക്കാൻ കൊടുക്കുന്നു പറയുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ വീണ്ടും സഭയുടെ റാപ്ചറിന് ശേഷം വീണ്ടും ഈ മൂന്ന് കാര്യങ്ങൾ പുനർസ്ഥാപിക്കപ്പെടുകയാണ്. ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷ, അഹരോന്റെ ശുശ്രൂഷ, അഹരോന്റെ മക്കൾ തെറ്റായിപ്പോയി. അഹരോന്റെ മക്കൾ പക്ഷേ സാദോക്കിന്റെ മക്കളാണ് ശുശ്രൂഷിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മന്ന സൂക്ഷിച്ചു വെക്കാൻ എന്ന് പറഞ്ഞത് ഈ മഹോപദ്ര കാലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം എങ്ങനെ ഇസ്രായേലിന് മരുഭൂമിയിൽ അത്ഭുതകരമായിട്ട് അവർക്ക് വേണ്ടി മിറാക്കുലസ്ലി അവർ ആരും മുമ്പ് കണ്ടിട്ടില്ലാത്തതും ഭക്ഷിച്ചില്ലാത്ത ഒരു ഫുഡ്, ഒരു ഹെവൻലി പ്രൊവിഷൻ കൊടുത്തോ, അതുപോലെ മഹോപദ്ര കാലത്തിൽ കൂടി കടന്നു പോകുന്നവർക്ക് ആ ഒരു ചെറിയ കൂട്ടത്തെ ദൈവം എങ്ങനെ കരുതും എന്നുള്ളതിൻ്റെ ഒരു കരുതൽ അവർക്ക് ഈ മഹോപദ്ര കാലത്തും ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കാര്യമാണ്. നമുക്ക് നോക്കാം വെളിപ്പാട് പുസ്തകത്തിൽ ദ ടൈറ്റിൽസ് ഓഫ് ക്രൈസ്റ്റ് യൂസ്ഡ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ. ക്രിസ്തു യേശുവിൻ്റെ ചില അനേക നാമങ്ങളും പദവികളും ഉണ്ട്. നമുക്ക് അത് ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്കത് പഴയ നിയമവുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് ദ ആൽഫ ആൻഡ് ഒമേഗ, ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായം, അതിൻ്റെ 21-ാം അധ്യായം, 22-ാമത്തെ അധ്യായങ്ങളിലൊക്കെ നമുക്കത് കാണാൻ കഴിയും. അതേ ടെർമിനോളജി യെശയ്യാ 44:6 യെശയ്യാ 44:12 നമുക്ക് കാണാൻ കഴിയും. ദി ആൽഫ, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു എന്നുള്ളത്. ദ ഓൾ മൈറ്റി ഗോഡ്, സർവശക്തനായുള്ള ദൈവം. റെവലേഷൻ 1:8. ദി എൽ ഷദ്ദായ് ആൻഡ് എൽ ഗിബോർ എന്നുള്ള 2 പദങ്ങൾ പഴയ നിയമത്തിൽ ഒട്ടേറെ ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ജെനസിസ് 17:1, എഹെസ്കേൽ 10:5, പുറപ്പാട് 6:3 ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ദ സൺ ഓഫ് മാൻ, ദ ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ വിറ്റ്നസ്. യെരമ്യാ 42:5 ദ ഫെയ്ത്ത്ഫുൾ ആൻഡ് ദ ട്രൂ വിറ്റ്നസ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. ദ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂദ, യഹൂദ ഗോത്രത്തിന്റെ സിംഹം എന്നുള്ള ഒരു പദം is a reference from Genesis 49. ഉൽപ്പത്തി 49 അധ്യായം 9-10 നാം വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു റെഫറൻസ് അവിടെ കാണാൻ കഴിയും. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ള ഒരു റെവലേഷൻ, വെളിപ്പാട് 5:6 അതിന്റെ 13:8 കാണുന്നത് പഴയ നിയമത്തിൽ ഒട്ടേറെ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യെശയ്യാ 53 അധ്യായം നമ്മുടെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അത് തന്നെ യോഹന്നാൻ സ്നാപകൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ദിസ് ഈസ് ദ ലാംബ് ഓഫ് ഗോഡ് ദാറ്റ് ക്യാരീസ് ദ സിൻസ് ഓഫ് ദ ഹോൾ വേൾഡ്. കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ് എന്ന പദം ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം 10:17, സങ്കീർത്തനം 136:3, ദാനിയേൽ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ദാവീദിന്റെ വേരുമായവൻ, അല്ലെങ്കിൽ ദ റൂട്ട് ഓഫ് ഡേവിഡ്, ഈസായുടെ ഗോത്രത്തിൽ നിന്നുള്ള വേരായവൻ എന്നുള്ള പദങ്ങൾ യെശയ്യാ 11:10 നമുക്ക് കാണാൻ കഴിയും. ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം, വെളിപ്പാട് പുസ്തകം 19:13 കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം പറയുന്നത് അത് ക്രിസ്തുവാണ്. ഈ പദങ്ങളെല്ലാം, ഈ ടൈറ്റിൽസ് എല്ലാം ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കാണിക്കുന്നത്, ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്. എങ്ങനെ കർത്താവായ യേശു ക്രിസ്തു പിതാവിനോട് കൂടെ ഉണ്ടായിരുന്നു ലോകാരംഭത്തിന് മുന്നേ, പിതാവിനുള്ള മഹിമ തന്നെയാണ് പുത്രനും ഷെയർ ചെയ്തത്. ദ ബ്രൈറ്റ് ആൻഡ് മോർണിംഗ് സ്റ്റാർ, ഉദയ നക്ഷത്രം,
ശോഭയേറുന്ന ഉദയനക്ഷത്രം. അത് സംഖ്യാപുസ്തകം 24:17 ഉള്ളൊരു പ്രവചനമാണ്. ബാലാം പ്രവചിച്ച് പറയുക, ഞാൻ കാണുന്നു ഇസ്രായേലിൽ ഒരു നക്ഷത്രം ഉയരുന്നതായിട്ടുള്ള. അതുപോലെ തന്നെ അതേ കാര്യം നമുക്ക് യെശയ്യാ 11:10 കാണാൻ കഴിയും. റെവലേഷൻ 3:14 ക്രിസ്തുവിനെ ആമേൻ എന്ന് ഉള്ളവൻ എന്ന് പറയുക. ദ ആമേൻ, ദ ഗ്രേറ്റ് ആമേൻ. ആമേൻ എന്നുള്ള പദത്തിന്റെ അർത്ഥം സോ ബി ഇറ്റ്, അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ട്രൂലി ട്രൂലി, സത്യമായി സത്യമായി, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു എന്ന് ഉള്ള ആ ഒരു പദം കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യോഹന്നാൻ 3:5 അതേ ടേം നമുക്ക് കാണാൻ കഴിയും, ദി ആമേൻ ആമേൻ. പഴയ നിയമത്തിലും അനേക ഇടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ദ ടൈറ്റിൽസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ ഹാസ് എ ഡീപ് കണക്ഷൻ വിത്ത് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്. പഴയ നിയമത്തിൽ ഉള്ള അനേക ഇടങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യമാണ്. വീണ്ടും ഒന്ന് ഓർപ്പിക്കുകയാണ്. ആവർത്തന പുസ്തകം പോലെ ഒരു തലമുറ മുൻ തലമുറകൾക്ക് നേരിട്ട് മോശ നൽകുന്നത്, അത് വീണ്ടും അതേ ന്യായപ്രമാണം പുതിയ തലമുറയോട് വീണ്ടും പറയുന്നത് പോലെ, ഒരു റിപ്പീറ്റേഷൻ പോലെ, ഒരു റീകളക്ഷൻ ആണ്. ദൈവം ആരാന്ന് ഇതേ കാര്യങ്ങൾ പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിലും കർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താണെന്നറിയാം പ്രിയമുള്ളവരെ, യുഗങ്ങൾ മാറുമ്പോഴും മാറ്റമില്ലാത്ത ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലേ? ഹിസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. നമുക്ക് 7 സഭകളും, വെളിപ്പാട് പുസ്തകത്തിലുള്ള 7 സഭകളും ദ ബോഡി ഓഫ് ക്രൈസ്റ്റും തമ്മിലുള്ള ഒരു കമ്പാരിഷൻ നമുക്കൊന്ന് നോക്കാം. പൗലോസ് അപ്പോസ്തലന്റെ 13 ലേഖനങ്ങളിലും ഒരു 7 സഭയെ കാണാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ ആരംഭിച്ച 7 സഭകൾ, അവർക്ക് കൊടുത്തിരിക്കുന്ന ഡോക്ട്രിൻസും വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിലും കൊടുത്തിരിക്കുന്ന ഡോക്ട്രിൻസും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. ജോൺ പ്രസൻസ് ക്രൈസ്റ്റ് ആസ് ദ റൈച്ചസ് ജഡ്ജ് ടു ദ 7 ചർച്ചസ്. 7 സഭകളോടും യോഹന്നാൻ അപ്പോസ്തലൻ ക്രിസ്തുവിന്റെ ഒരു പിക്ചർ വരച്ച് കാണിക്കുന്നെന്ന് പറഞ്ഞാൽ, ഒരു ന്യായം വിധിക്കുന്ന, നീതിയോട് ന്യായം വിധിക്കുന്നത് ഒരു ദൈവമായിട്ടാണ് കാണിക്കുന്നത്. എഫെസോസ് സഭയുടെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചിരിക്കുന്നവനും 7 പൊൻനിലവിളക്കിന്റെ മധ്യ നിൽക്കുന്നത്. അതവിടെ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ ദ ഇൻസ്പെക്ഷൻ ആയിട്ടാണ്, ദ വർക്ക്, അവരുടെ ഓരോരുത്തരുടെ പ്രവൃത്തിയെ ശോധന ചെയ്യുന്നവനായിട്ടാണ് അവിടെ കാണുന്നത്, ഇല്ലേ? നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്. He is inspecting. എന്നിട്ട് ഓരോ സഭകളുടേതും അവരുടെ നല്ല പ്രവൃത്തികൾ, അവരുടെ തെറ്റായ കാര്യം എന്താണ്, അവർക്കൊരു വാർണിംഗ് കൊടുക്കുകയാണ്. നമുക്ക് അത് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. സ്മിർന സഭയോട് പറയുന്നത്, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് വിച്ച് വാസ് ഡെഡ് ആൻഡ് ഈസ് അലൈവ്. ത്രിയേക ദൈവത്വത്തിൽ ക്രിസ്തുവാണ് മരിച്ചവനും ഇപ്പോൾ ജീവനോടിരിക്കുന്നവനും, അല്ലേ? അത് തന്നെ നമുക്ക് കാണാൻ കഴിയും. ദൈവം തൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങിയ സഭ എന്ന് പറയുമ്പോൾ, തൃത്വത്തിൽ ആരാണ് മരിച്ചിട്ട്, ആരാണ് രക്തം ചിന്തിയത്, ആരാ ക്രൂശിക്കപ്പെട്ടെ? ക്രിസ്തുവ. അവിടെ വിളിച്ചിരിക്കുന്ന എന്തുവാ? ദൈവം തൻ്റെ രക്തത്താൽ വിലക്ക് വാങ്ങിയ സഭ. സോ ക്രിസ്തുവിന്റെ ഡിവിനിറ്റിയെ കുറിച്ച് കാണിക്കുന്ന, അല്ലേ? പെർഗമോ സഭയോട് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ എങ്ങനെയാണ് യോഹന്നാൻ കാണിച്ചിരിക്കുന്നത്? The one which has the sharp sword with 2 edges. ഇതൊക്കെ ന്യായവിധിയെ കാണിക്കുന്നതാണ്.
someone who is ready to judge. നിങ്ങൾക്കൊന്ന് നോക്കാം. മൂർച്ചയിൽ മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ. വാളുള്ളവൻ അല്ലെ? തിയത്തര സഭയോട് പറയാണ്, the one who has eyes like unto a flame of fire and his feet like fine brass. ഈ മുന്തിരിച്ചക്ക് ഞാൻ തന്നെ ചവിട്ടി എന്ന് പറയുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തു റൈച്ചസ് ജഡ്ജായിട്ട് ആണ് യോഹന്നാൻ അപ്പോസ്തലൻ ഓരോ സഭയ്ക്കും കാണിക്കുന്നത്. ഫിലഡൽഫിയ സഭയോട് പറയുക, ഞാൻ ദാവീദിന്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ട് അല്ലെ, ഞാൻ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാൻ കഴിയുകയില്ല. അപ്പോൾ തന്നെ എൻ്റെ മറുവശം കൂടി പറയുന്നുണ്ട്, ഞാൻ അടച്ചാൽ ആർക്കും തുറക്കുവാനും കഴിയുകയില്ല. ലവോദിസ്യ സഭയോട് പറയുക, കർത്താവിനെ കുറിച്ച് കാണിക്കുന്നത് എന്താ? ഹി ഈസ് ദ ഫെയ്ത്ത്ഫുൾ ആൻഡ് ട്രൂ വിറ്റ്നസ്. നമുക്ക് ഒന്ന് വായിക്കാം ഈ വെളിപ്പാട് 3:14-15. വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളിച്ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. കാണുന്നുണ്ടോ കർത്താവിനെ എങ്ങനെയാണ് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത്? someone who is ready to judge, someone who is inspecting their works, their deeds, and is ready to judge. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ കർത്താവിനെ നമുക്ക് കാണിക്കുമ്പോൾ അങ്ങനെ ഒരു ത്രട്ടുമായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടല്ല. ഗലാത്യർക്കെഴുതിയ ലേഖനം 3:1 നമുക്കൊന്ന് വായിക്കാം. ആ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? 1 കൊരിന്ത്യർ 15:3-4 നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ട് തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിനെ പൗലോസ് അപ്പോസ്തലൻ വരച്ചു കാണിക്കുന്നത് ഒരു കണ്ണിനും ദയ തോന്നാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഇസ്രായേലുമായിട്ടൊരു ബന്ധവുമില്ല, വാഗ്ദത്തങ്ങളോ മായിട്ട് ഒരു ബന്ധവുമില്ലാതെ ദൂരസ്ഥരായിരുന്ന നമുക്ക് വേണ്ടി ക്രൂശിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ തന്നെ നമ്മുടെ മേൽ വരേണ്ട ന്യായവിധി, പാപത്തിന്റെ ന്യായവിധി കർത്താവ് സ്വയമേ തൻ്റെ മേൽ എടുത്ത് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതായത് നമ്മൾ അർഹതയില്ലാതിരുന്ന സമയത്ത് കർത്താവ് നമ്മുടെ മേൽ ഉള്ള ശിക്ഷാവിധി, പാപത്തിന്റെ ശിക്ഷാവിധി, ഓരോരുത്തർ അന്യജാതി നമ്മുടെ മേൽ ഉള്ള ശിക്ഷാവിധി അവൻ സ്വയമേ തൻ്റെ ചുമലിലേന്തി നമുക്ക് വേണ്ടി സ്വയമനസായി ജീവനെ അർപ്പിക്കുന്ന ഒരു ക്രിസ്തുവിനെയാ കാണിക്കുന്നത്. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1:18 ശരീരമാകുന്ന സഭയുടെ ശിരസ്സായിട്ടാണ് ക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ശിരസ്സാണ്. അതായത് ക്രിസ്തുവിൽ നിന്നാണ് നമുക്ക് അഭിഷേകം ലഭിക്കുന്നത്. ക്രിസ്തുവിന്റെ അഭിഷേകമാണ് നമ്മൾ ഓരോ ഇൻഡിവിജ്വൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് മെമ്പേഴ്സിൽ ക്രിസ്തുവിന്റെ അഭിഷേകമാണ് വസിക്കുന്നത് അല്ലേ? ക്രിസ്തുവാണ് ജ്ഞാനത്തിന്റെ സ്രോതം അല്ലേ? നമുക്ക് 2 കൊരിന്ത്യർ 5:10 നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തുവിനെ നീതിയോട് ന്യായം വിധിക്കുന്നവനായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ന്യായവിധി ബോഡി ഓഫ് ക്രൈസ്റ്റ് അംഗങ്ങളുടെ പാപത്തിനുള്ളൊരു ന്യായവിധിയല്ല. അവർ ശരീരത്തിലായിരുന്നപ്പോൾ ഗുണമായി ചീത്തയായി മോശമായി ചെയ്ത കാര്യങ്ങൾ കർത്താവ് തൻ്റെ അഗ്നിമയമായ കണ്ണുകൾ കൊണ്ട് അവരുടെ പ്രവൃത്തിയെ ശോധന ചെയ്യുകയാണ്. എന്നിട്ട് അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നതാണ്. നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5:10.
അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. Praise the Lord. പക്ഷെ ഇവിടെ നമ്മുടെ രക്ഷയല്ല വിഷയം. കാര്യം എന്താണ്? ഇവിടെ ഒരു വ്യക്തിയെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുക, ആരുടെയെങ്കിലും പ്രവൃത്തി കത്തിശൂന്യമായി പോയാലും, എല്ലാം ചാമ്പലായി പോയാലും, അവന്റെ ആത്മാവോ രക്ഷിക്കപ്പെടും. അതേസമയം 7 സഭകളോട് പറയുമ്പോൾ അവർക്ക് പറയുന്നത് ഒരു രക്ഷയുടെ നഷ്ടമാണ് അവർക്ക് വരുന്നത്. അവരുടെ പ്രവൃത്തി അവർ അവസാനം വരെ ഉറച്ചു നിന്നില്ലെങ്കിൽ അവരുടെ നിത്യജീവൻ നഷ്ടമാകുക. അവർ രണ്ടാം മരണത്തിലേക്ക് കടക്കുകയാണ്. അതേസമയം ദ ബോഡി ഓഫ് ക്രൈസ്റ്റിന് കൊടുത്ത ഡോക്ട്രിൻസ് അങ്ങനെയല്ല. ഈ കൃപായുഗത്തിൽ ക്രിസ്തു സത്യവചനം കേട്ട് മനസ്സിലാക്കി രക്ഷിക്കപ്പെടുന്നവർ, അവരുടെ സാൽവേഷൻ ഓൾറെഡി പൂർത്തിയായ പോലാണ് ഒരു ഉറപ്പുണ്ട്. അതായത് പരിശുദ്ധാത്മാവിന്റെ ദാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മന്മേൽ വെച്ചിരിക്കുകയാണ് എന്ന് വരെ, നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അതായത് റാപ്ചർ വരെ പരിശുദ്ധാത്മാവിന്റെ മുദ്ര നമ്മുടെ മേൽ ഇട്ടിരിക്കുക. ആ ഒരു ഉറപ്പുണ്ട്. അതേസമയം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന 7 സഭകൾക്ക് കൊടുത്തിരിക്കുന്ന ഡോക്ട്രിൻസ് വ്യത്യസ്തമാണ്. അവരുടെ രക്ഷ എന്ന് പറഞ്ഞാൽ ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച് വിശ്വാസവും പ്രവൃത്തിയും വേണം. കർത്താവായ യേശു ക്രിസ്തു മത്തായി സുവിശേഷത്തിൽ പറഞ്ഞ പോലെ അന്ത്യം വരെയും വിശ്വസ്തനായി ഇരിക്കുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. ഇല്ലേ? രക്ഷ ഒരു കറണ്ട്, അതായത് ഇപ്പോൾ കരസ്ഥമായിരിക്കുന്ന ഒരു വസ്തുവായിട്ടല്ല, മറിച്ച് വരുവാനിരിക്കുന്ന ഇതേ കാര്യമാണ് നമ്മൾ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം, പത്രോസിന്റെ ലേഖനം, യാക്കോബിന്റെ ലേഖനം, യോഹന്നാന്റെ ലേഖനങ്ങളിൽ നമ്മൾ കണ്ട കാര്യം. യൂദിന്റെ ലേഖനങ്ങളിൽ വരുവാനുള്ള ആ രക്ഷ, നിങ്ങളുടെ മേൽ പകരപ്പെടുവാനുള്ള കൃപ. എപ്പോഴാണ് അവർക്ക് കൃപ പകരപ്പെടുന്നത്? മാനസാന്തരത്തിന്റെ ആത്മാവ്, കരുണയുടെ ആത്മാവ് എപ്പോഴാണ് ഇസ്രായേൽ മക്കളുടെ മേൽ പകരപ്പെടുന്നത്? കർത്താവിന്റെ ഒലിവ് മലയിൽ ഉള്ള ആ വലിയ വരവെങ്കിലാണ്. അപ്പോഴാണ് അവർ കുത്തിയവങ്കിലേക്ക് നോക്കി വിലപിക്കുന്നത്, അനുദപിക്കുന്നത്. അല്ലേ? വെളിപ്പാട് പുസ്തകങ്ങൾ ഒട്ടേറെ വാർണിങ്സ് കൊടുത്തിട്ടുണ്ട്. പഴയ നിയമത്തിലെ റെഫറൻസസ് എടുത്ത് 7 സഭകൾക്കും ഓരോരോ വാർണിങ്സ് കൊടുക്കുകയാണ്. നമുക്ക് ആ ഡോക്ട്രിനൽ ഡിഫറൻസസ് ഒന്ന് നോക്കാം. 7 സഭകളും അതിന്റെ ഡോക്ട്രിനൽ ഡിഫറൻസസ്. 7 സഭകളോടും കർത്താവ് ആലോചന പറയുമ്പോൾ അതിന്റെ ആരംഭത്തിൽ തന്നെ പറയുകയാണ്, ഐ നോ ദൈ വർക്ക്സ് ആൻഡ് ദൈ ലേബർ ആൻഡ് ദൈ പേഷ്യൻസ്. എനിക്ക് നിന്റെ പ്രവൃത്തികൾ നന്നായി അറിയാം. നിങ്ങളുടെ സൽപ്രവർത്തികൾ, നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സഹിഷ്ണുത, നിങ്ങൾ എവിടെ പാർക്കുന്നു, ഇതെല്ലാം നന്നായി അറിയാം എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രവൃത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ റാപ്ചറിന് ശേഷമുള്ള കാലഘട്ടത്തിൽ വിശ്വാസം മാത്രം പോരാ, അവരുടെ പ്രവൃത്തികളും പ്രാധാന്യമുള്ളതാണ്. അവിടെ കണ്ടംനേഷൻ ഉണ്ട്. അതായത് എഫെസോസ് സഭയോട് പറയുക, എങ്കിലും എനിക്ക് നിന്നോടൊരു കാര്യം എതിരുണ്ട്. നിന്റെ ആദ്യ സ്നേഹം നീ നഷ്ടമാക്കി കളഞ്ഞു. അതുപോലെ ഓരോ സഭകളോടും, സ്മിർന സഭയും ഫിലദൽഫിയ സഭയും ഒഴിച്ച് ബാക്കി ഓരോ സഭയോടും ഓരോരോ അനേക കുറ്റങ്ങൾ, അനേക കുറവുകൾ കർത്താവ് എടുത്തു കാണിക്കുക അവരോട്. പെർഗമോ സഭയോട് പറയുക, നീ ബലയാമിന്റെ ഉപദേശം, ഐഡോലേട്രി, ഫോർണിക്കേഷൻ, നിക്കോലേവിയറുടെ ഉപദേശം. നിക്കോലേവിയർ എന്ന് പറയുമ്പോൾ, നിക്കോൾ എന്ന് പറഞ്ഞാൽ കൺട്രോൾ, ലേറ്റി എന്ന് പറഞ്ഞാൽ ജനത്തെ കൺട്രോൾ ചെയ്യുന്നത്. അതായത് പല ഹൈറാർക്കികൾ സിസ്റ്റം ഉപയോഗിച്ച് ജനത്തെ കൺട്രോൾ ചെയ്യുന്ന ഉപദേശങ്ങൾ. തയത്തര സഭയോട് പറയുക, ഒരു ഇസബേൽ
ഒരു പക്ഷെ ആ പേരുള്ള ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് റെഫറൻസ് ആണ്. പിന്നെ നമ്മുടെ പഴയ നിയമത്തിൽ ഇസബേൽ എങ്ങനെ ഐഡിൽ വർഷിപ്പ്, ബാലിന്റെ ആരാധന എങ്ങനെ ഇസ്രായേലിന്റെ ഒരു ഒഫീഷ്യൽ റിലീജിയൻ ആയിട്ട് ബാലിനെ അവര് പ്രതിഷ്ഠിക്കുക, അങ്ങനെ ആക്കുകയായിരുന്നു. അന്നേരമാണ് ദൈവം ഏലിയാവിനെ എഴുന്നേൽപ്പിക്കുന്നത്. ഏലിയാവ് പറയുന്നത് എന്താ? ഞാൻ മാത്രം ശേഷിക്കുന്നു, ബാലിന് മുട്ടുമടക്കാത്ത ഞാൻ മാത്രം ശേഷിക്കുന്നു. ഏലിയാവ് പറയുമ്പോൾ ദൈവം പറയുകയാണ്, അല്ല, നീ അറിയാത്ത 7000 പേര് ബാലിന് മുട്ടുമടക്കാത്ത എനിക്കുണ്ട്. അതൊരു ഈ മഹോപദ്ര കാലത്തിന്റെ ഒരു നിഴലാണ്. അത്ര ചുരുക്കം മാത്രം, ബാക്കിയുള്ളവരൊക്കെ ഇസ്രായേൽ വരുന്ന കാലങ്ങളിൽ ഇസ്രായേലിന്റെ ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റൊരു ദൈവത്തിന് പുറകെ പോകും, മറ്റൊരു ദൈവത്തെ സ്വീകരിക്കും. അതുപോലെ വീണ്ടും വരും. പക്ഷെ അവരോട് ഓരോരുത്തരോടും പറയുകയാണ്, സർദീസിനോട് പറയുക, ഐ നോ യുവർ വർക്ക്, നിനക്ക് ജീവനുണ്ടെന്ന് നീ പറയുന്നു, പക്ഷെ നീ മരിച്ച അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് പറയുക, ഐ ഹാവ് ഫൗണ്ട് ദൈ വർക്ക്സ് നോട്ട് പെർഫെക്റ്റ് ബിഫോർ ദ ഗോഡ്. നിന്റെ പ്രവൃത്തി ദൈവദൃഷ്ടിയിൽ പൂർണ്ണമല്ല. അപ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളോട് ഓരോ സഭയോടും പറയുകയാണ്. മുമ്പുള്ള കാര്യം ഓർത്ത് മാനസാന്തരപ്പെട്ട്, ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരാമെന്ന് പറയുക. അഥവാ ഇവരാരും മടങ്ങി വന്നില്ലെങ്കിൽ എന്തു പറ്റും? അവർക്കൊരു ത്രെട്ട് ഉണ്ട്. എന്തുവാ? നിന്റെ കാൻഡിൽ സ്റ്റിക്ക്, നിന്റെ വിളക്കിനെ അതിന്റെ ഇടത്തു നിന്ന് ഞാൻ നീക്കിക്കളയെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു രക്ഷ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, അല്ലേ? സ്മിർന സഭയോട് പറയുക, വളരെ ഞെരുക്കത്തിലും കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവർ, അവരോട് പറയുന്നത് എന്തോ? ബി ദൗ ഫെയ്ത്ത്ഫുൾ അൺ ടു ഡെത്ത്, മരണത്തോളം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ജീവകിരീടം ലഭിക്കും, അല്ലേ? പെർഗമോസിനോട് പറയുന്നത്, ഐ വിൽ കം, നീ മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ഞാൻ ഒരു കള്ളനെ പോലെ വളരെ വേഗത്തിൽ വരും. ആൻഡ് ഐ വിൽ ഫൈറ്റ് അഗൈൻസ്റ്റ് ദം വിത്ത് ദ സ്വാർഡ് ഓഫ് മൗത്ത്. അപ്പൊ ഒരു വാർണിംഗ് കൊടുക്കുകയാണ്. ഫിലഡൽഫിയ സഭയോട് പറയുന്നത്, ബിഹോൾഡ് ഐ കം ക്വിക്ലി, ഹോൾഡ് ദൗ ഫാസ്റ്റ്, ഹോൾഡ് ദാറ്റ് ഫാസ്റ്റ് വിച്ച് ദൗ ഹാസ്റ്റ്, ദാറ്റ് നോ മാൻ ടേക്ക് ദൈ ക്രൗൺ. നിന്റെ കിരീടം ആരും കവർന്നു കളയാതെ നിനക്കുള്ളതിനെ നീ മുറുകെ പിടിക്കാൻ എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? കിരീടം നഷ്ടമാകാനും അവർക്ക് സാധ്യതയുണ്ട്. അതേസമയം കർത്താവായ യേശു ക്രിസ്തു, പൗലോസ് അപ്പോസ്തലൻ, ക്രിസ്തു ശരീരമാകുന്ന സഭയ്ക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽ ഓരോ വിശ്വാസികൾക്കും ഇതുപോലത്തെ ഒരു ത്രെട്ടില്ല, അല്ലേ? നാം അവിശ്വസ്തരായാലും, നാം തള്ളിക്കളഞ്ഞാലും തള്ളിപ്പറഞ്ഞാലും അവൻ നമ്മളെ ഒരു നാളും തള്ളിക്കളയുകയില്ല. അതാണ് ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് കൊടുത്തിരിക്കുന്ന ഉപദേശം. അപ്പോൾ തന്നെ കോമ്പൻസേഷൻ, അതായത് റിവാർഡ്. ഓരോ സഭകൾക്കും ജയാളിക്ക് കൊടുക്കുന്ന, അല്ലെങ്കിൽ ഓവർകമറിന് കൊടുക്കുന്ന റിവാർഡിനെ കുറിച്ച് നോക്കിയാൽ, എഫെസോസിനോട് പറയുക, ടു ഹിം ദാറ്റ് ഓവർകമത്ത് വിൽ ഐ ഗിവ് ടു ഈറ്റ് ഓഫ് ദ ട്രീ ഓഫ് ലൈഫ്. ജീവന്റെ വൃക്ഷത്തിൽ നിന്നുള്ള ഫലം കഴിപ്പാനുള്ള അവകാശം കൊടുക്കും. നമ്മുടെ നിത്യജീവൻ ട്രീ ഓഫ് ലൈഫിന്റെ ഫലം കഴിക്കുന്നത് കൊണ്ടാണോ, അതോ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണോ? ഇല്ലേ? ഈ കൃപായുഗത്തിൽ കൃപയുടെ സുവിശേഷം വിശ്വസിക്കുന്ന മാത്രമേ നമ്മുടെ രക്ഷ, നമ്മുടെ നിത്യജീവൻ ഉറപ്പാകുക, അല്ലേ? നമ്മളിനിയും പരദീസായിൽ ജീവന്റെ വൃക്ഷം, അതിന്റെ ഫലം കഴിക്കാനാണോ നാം നോക്കിയിരിക്കുന്നത്? അല്ല. സ്മിർന സഭയോട് പറയുക, ജയിക്കുന്നവന് അവര് രണ്ടാം മരണം അവരെ തൊടുകയില്ല. രണ്ടാം മരണം ഏതാ? വെള്ളസിംഹാസനത്തിന് ശേഷം വരുന്ന ഏതാ? എറ്റേണൽ ഫയർ. ആ അഗ്നി കുണ്ടത്തിലേക്ക് ഇടപെടുന്നത്.
നമുക്കതിനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ എന്താ പറഞ്ഞു? ഹേ മരണമേ, നിന്റെ ജയം എവിടെ? നിന്റെ വിഷമുൾ എവിടെ? അല്ലേ? പർഗമോ സഭയോട് പറയുക, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കഴിപ്പാൻ കൊടുക്കും. ഇതേതാണ് റെഫറൻസ്? പഴയ നിയമത്തെ മുമ്പ് പറഞ്ഞ ആ 3 കാര്യങ്ങൾ വീണ്ടും പുനരാരംഭിക്കുകയാണ്. അല്ലേ? തയ്യാത്തര സഭയോട് പറയുക, ഹീ ദാറ്റ് ഓവർകമത്ത് ആൻഡ് കീപ്പത്ത് മൈ വർക്ക്സ് അൺടു ദ എൻഡ്. അവസാനം വരെ എൻ്റെ പ്രവൃത്തികളെ കാക്കുന്നവന് ഐ വിൽ ഗിവ് ഹിം പവർ ഓവർ ദ നേഷൻ. രാജ്യങ്ങൾക്ക് മേൽ അധികാരം കൊടുക്കും. ആ രാജ്യങ്ങൾ എവിടാണ്? ഈ ഭൂമിയിലാണ്, അല്ലേ? അതേസമയം ബോഡി ഓഫ് ക്രൈസ്റ്റ് എവിടാ? സ്വർഗമണ്ഡലങ്ങൾ, അല്ലേ? സർദീസിനോട് ഒരു വാണിംഗ് കൊടുക്കുക, ഹീ ദാറ്റ് ഓവർകമത്ത് ദ സെയിം ഷാൽ ബി ക്ലോത്ത് വിത്ത് വൈറ്റ് റെമിനന്റ്. അതായത് വെള്ള വസ്ത്രം, ശുഭ്രവസ്ത്രം കൊണ്ട്, അല്ലെങ്കിൽ ആൻഡ് ഐ വിൽ നോട്ട് ബ്ലോട്ട് ഔട്ട് ഹിസ് നെയിം ഔട്ട് ഓഫ് ദ ബുക്ക് ഓഫ് ലൈഫ്. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേര് ഞാൻ മായ്ച്ചു കളയത്തില്ല എന്നാണ് പറയുന്നത്. ഓവർകം ചെയ്യാത്തവര് അവരുടെ പേര്, അവരുടെ സ്ഥാനം ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അതേസമയം അങ്ങനെ ഒരു കാര്യം ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം എന്തുവാ? പരിശുദ്ധാത്മാവ് നാം വിശ്വസിക്കുമ്പോഴേ നമ്മളെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്, അല്ലെ? ഫിലഡൽഫിയ സഭയോട് പറഞ്ഞിരിക്കുന്ന, ഹിം ദാറ്റ് ഓവർകമർ ഐ വിൽ മേക്ക് ഹിം എ പില്ലർ ഇൻ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ആ ടെമ്പിൾ ഓഫ് ഗോഡിനെ കുറിച്ച് പറയുന്നത് എന്തുവാണ്? പുത്തൻ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. നമ്മൾ അങ്ങനത്തെ ഒരു മന്ദിരത്തിലെ തൂണുകളായിട്ടാണോ നാം മാറാൻ പോകുന്നത് ഈ ഭൂമിയിൽ? അല്ല. ലവോദീസ്യ സഭയോട് പറഞ്ഞു, ടു ഹിം ദാറ്റ് ഓവർകമർ, ജയിക്കുന്നവന് എന്നോട് കൂടെ സിംഹാസനത്തിൽ ഇരിക്കും. അതേസമയം ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് അങ്ങനല്ല. ഒരു സമ്മറി ആയിട്ട് നോക്കിയാൽ 7 സഭകളോട് പറയുന്നിരിക്കുന്നത് കമൻഡേഷൻ എന്തോ? അവരുടെ ഗുഡ് വർക്ക്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ സാൽവേഷൻ. ഗുഡ് വർക്ക്സ് ആൻഡ് എൻഡ്യൂറിങ് ടിൽ ദി എൻഡ്. അന്ത്യം വരെയും നല്ല പ്രവൃത്തിയിൽ നിലനിൽക്കുന്നവർക്കേ ഉള്ളൂ രക്ഷ. സ്വന്തം സഹോദരരെ സ്നേഹിക്കുന്നതും കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുന്നത്, ഒരു സഹോദരൻ മറ്റൊരു സഹോദരന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത്, ഇതൊക്കെ ഒരു സത്യവിശ്വാസിയുടെ അടയാളങ്ങളാണ്. അപ്പോൾ തന്നെ ദൈവം വെറുക്കുന്ന പ്രവൃത്തികളെ വെറുക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് 7 സഭകളോട് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് എങ്ങനെയാണ്? നമ്മുടെ നീതീകരണം, നമ്മുടെ രക്ഷ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. നല്ല പ്രവൃത്തികൾ, ഇന്ന് നല്ല പ്രവൃത്തികൾ രക്ഷയുടെ അടയാളമായിട്ടാണോ കാണപ്പെടുന്നത്? ഒരിക്കലുമല്ല, ഇല്ലേ? അഭക്തനെങ്കിലും പ്രവൃത്തി കൂടാതെ നീതീകരിക്കുന്ന ദൈവത്തിലുള്ള അവന്റെ വിശ്വാസം അഭക്തന് നീതിയായി കണക്കിടുകയാണ്, ഇല്ലേ? പ്രവൃത്തി കൂടാതെ നീതീകരിക്കുന്നതും രക്ഷിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വല്ലവരുടെയും പ്രവൃത്തി കണ്ടാണോ വരേണ്ടത്? അതോ ദൈവവചനം വായിച്ചാണോ വരേണ്ടത്? അല്ലേ? നിങ്ങളുടെ രക്ഷയുടെ സുവിശേഷം കേട്ട മാത്രമേ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടു എന്നാണ് പറയുന്നത് നമ്മളോട്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. സാൽവേഷൻ ഒരിക്കലും ഒരു പ്രോസസ്, ഒരു പ്രക്രിയയായിട്ടല്ല കാണുന്നത്. ബോഡി ഓഫ് ക്രൈസ്റ്റിന് അത് വിശ്വസിക്കുന്ന മാത്രമേ പൂർണ്ണമാകുന്ന ഒരു കാര്യമാണ്. ഓരോ സഭയുടേതും തെറ്റായ പ്രവൃത്തികളെ ദൈവം എടുത്തു കാണിച്ച്, അവരുടെ കുറവുകളെ എടുത്തു കാണിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ഹൗ ടു ഓവർകം എന്ന് കാണിച്ചിട്ട് അവരോട് വാർണിംഗ് കൊടുക്കുകയാണ്. നിങ്ങൾ നിലനിൽക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ സ്ഥാനം നിത്യനരകത്തിലാണെന്ന് പറയും, അല്ലേ? അതേസമയം ബോഡി ഓഫ് ക്രൈസ്റ്റിനോട് അങ്ങനല്ല.
Therefore, there is no condemnation for those who are in Christ. Those who walk not after the flesh, but walk after the Spirit. ഫ്ലഷ് എന്താണെന്ന് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണുക, ജഡപ്രകാരം നടക്കുക എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണവും ഈ 12 അപ്പോസ്തലന്മാരുടെ യഹൂദർക്ക് വേണ്ടി കൊടുത്ത സുവിശേഷം, ഇന്ന് യുഗത്തിൽ പൗലോസ് അപ്പോസ്തലന്റെ സുവിശേഷം, പൗലോസിൽ കൂടി കർത്താവ് യേശുക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തി തന്ന സുവിശേഷത്തിന് പകരമായിട്ട് മറ്റേതേലും ഒരു ഉപദേശത്തിൽ നിലനിൽക്കുന്നതാണ് ജഡപ്രകാരം നടക്കുക എന്ന് പറയുന്നത്, അല്ലെ? ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഹിതം, ദൈവഹിതം എന്താണ്, ഇന്ന് നാം ഓരോരുത്തരും നമ്മുടെ കൃപയുടെ സുവിശേഷം കേട്ട് അതിൽ നിലനിൽക്കുന്നത്, അല്ലേ? എല്ലാ നല്ല പ്രവൃത്തികൾക്കും ദൈവം പ്രതിഫലം തരുമ്പോൾ തന്നെ സ്വയനീതിക്കായി ഉള്ള പ്രവൃത്തികളെ എല്ലാം ഇന്ന് ദൈവം എന്തായിട്ടാ കാണുന്നത്? കറപുരണ്ട വസ്ത്രമായിട്ടാ കാണുന്നത്, ഇല്ലേ? നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ കൊലോസ്യർക്കെഴുതിയ ലേഖനം 2:7 പറയും, എങ്ങനെ നമ്മൾ ക്രിസ്തുവിനെ പ്രാപിച്ചോ അങ്ങനെ തന്നെ നമ്മൾ മുൻപോട്ട് പോകണം. എങ്ങനെ? വചനത്തിൽ വേരൂന്നി വിശ്വാസത്തിൽ ഉറച്ച്, അല്ലെ? അങ്ങനെ നന്ദിയുള്ളവരായി നാം മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ നമുക്കൊരു വാണിംഗ് തരികയാണ്. എന്തുവാ? ഈ രക്ഷയുടെ കൃപയുടെ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നമ്മൾ എങ്ങും നീങ്ങി പോകല്ലെന്നാ പറയുന്നത്. ഇതിൽ നിലനിൽക്കുക, അല്ലെ? അപ്പോൾ തന്നെ രക്ഷയുടെ സുരക്ഷിതത്തെ കുറിച്ചും പറയുക പൗലോസ് അപ്പോസ്തലൻ, അല്ലെ? ഈ കാലഘട്ടത്തിലുള്ള ചലഞ്ച് എന്തുവാണ്? ടു ഫോളോ ക്രൈസ്റ്റ് ആസ് പോൾ ഡിഡ്. പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ ക്രിസ്തുവിനെ അനുകരിച്ചോ അതുപോലെ അനുകരിക്കുന്നത്, ഇറ്റ്സ് എ ചാലഞ്ചിങ് തിങ്. അത് എളുപ്പമായ കാര്യമല്ല. 2 കൊരിന്ത്യർ 4:8 പറയുക, പൗലോസ് അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ നാനാ വഴിയിൽ കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കുക? പല ശോധനകൾ, ഞെരുക്കമ, 4 വശത്തുനിന്ന് ഞെരുക്കമ. ഇറ്റ്സ് എ ചാലഞ്ചിങ്, അല്ലെ? ദാറ്റ് ഈസ് ദ ചാലഞ്ച് ടു റിമെയിൻ, ടു പ്രീച്ച് ദ ഗോസ്പൽ. ഇന്ന് ഈ സത്യ സുവിശേഷം നമ്മൾ വിളിച്ചു പറയുമ്പോൾ അനേകർ നമുക്കെതിരെ, ഒരുപക്ഷെ പൗലോസ് ഈ കൃപയുടെ സുവിശേഷത്തെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയപ്പോൾ പൗലോസ് ചിന്തിച്ചു കാണും, ഇതെത്ര നല്ല സുവർണ സമയമാ, രക്ഷ സൗജന്യമാക്കി കൊടുത്തിരിക്കുന്നു, ഇത് ഞാൻ ഇപ്പോൾ ജനത്തോട് പ്രസംഗിക്കുമ്പോൾ എല്ലാവരും സ്വീകരിക്കും, ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ ഉള്ള നീതീകരണം. പൗലോസ് ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചു കാണും. പക്ഷെ പൗലോസ് പ്രസംഗിച്ച് തുടങ്ങിയപ്പോഴാ മനസ്സിലായി, അയ്യോ, പട്ടണങ്ങളെല്ലാം പൗലോസിനെതിരെ തിരിഞ്ഞു, അല്ലേ? ഈ 7 സഭകളോട് കൊടുക്കുന്ന ഓരോ റിവാർഡിനെ കുറിച്ച് നമ്മൾ നോക്കിയാൽ, ഏതാ? ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് ഉള്ള ഫലം കഴിക്കാൻ കൊടുക്കുന്നു, രണ്ടാം മരണം അവരെ തൊടുകയില്ല, മറിഞ്ഞിരിക്കുന്ന മന്ന കഴിക്കാൻ ലഭിക്കുന്നു, രാജ്യങ്ങൾമേൽ അധികാരം, റൂൾ ചെയ്യാനുള്ള, വാഴാനുള്ള അധികാരം കൊടുക്കുകയാണ്, ശുഭ്രവസ്ത്രം കൊടുക്കുകയാണ്. അതിന്റെ ഈ ഫിലഡൽഫിയ സഭയോട് പറയുകയാണ്, ഐ വിൽ റൈറ്റ് അപ്പോൺ him the name of God and the name of the city of my God, which is New Jerusalem, which cometh down out of heaven from my God. അപ്പോൾ ഫിലദൽഫിയ സഭയോട് പറയാ, ജയിക്കുന്നവന്റെ നെറ്റിമേൽ ദൈവത്തിന്റെ നാമവും ദൈവത്തിന്റെ നഗരത്തിന്റെ നാമവും പട്ടണത്തിന്റെ നാമവും യെരുശലേം എന്ന് അവരുടെ നെറ്റിമേൽ എഴുതപ്പെടും. അതാണോ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ പ്രത്യാശ? അവിടെ എഴുതിയിരിക്കുന്ന എന്താ? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ യെരുശലേം ഈ ഭൂമിയിൽ. അതേസമയം പൗലോസ് അപ്പോസ്തലൻ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞത് എന്തുവാ? 2 കൊരിന്ത്യർ 5:1 പറഞ്ഞിരിക്കുന്ന എന്തോ? നമ്മുടെ ഈ മൺമയമായ ഈ ശരീരം കൂടാരം അഴിഞ്ഞു പോയാലും നമുക്ക് നിത്യമാർപ്പിടം എവിടുണ്ട്? സ്വർഗത്തിലുണ്ട്. നമ്മുടെ സിറ്റിസൺഷിപ്പ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്, അല്ലേ?
നമ്മൾ ഈ ഭൂമിയിലോട്ട് മടങ്ങി വരുന്നില്ല. എം ഇ ചെറിയാൻ സാറിന്റെ ആ ഗാനത്തിന്റെ അവസാനത്തെ ഭാഗത്തില്ല, പ്രതിഫലം തന്നിടുവാൻ എന്നുള്ള പാട്ടിന്റെ അവസാനത്തെ, പിന്നെ തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. അത് തന്നെയാണ് ഒന്ന് തെസ്സലോനിയർ 4:17 വാക്യം. നാം അങ്ങനെ കർത്താവിനോടുകൂടെ എന്നേക്കുമായി ആയിരിക്കും സ്വർഗസ്ഥലങ്ങളിൽ, അല്ലേ? ദ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ്. നമുക്ക് മലയാളത്തിൽ നിന്ന് വായിച്ചേക്കാം. റെവലേഷൻ 21:9-14 അതിന്റെ 27 വാക്യം നമുക്കൊന്ന് വായിക്കാം. അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെയായിരുന്നു. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരും ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിന്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരും ഉണ്ട്. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന പുതിയ യെരുശലേം, ആ നഗരവും അതിലെ നിവാസികളുമാണ് ക്രിസ്തുവിന്റെ മണവാട്ടി സഭ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിന്റെ കണക്ഷൻ നോക്കിയേ. ഇസ്രായേലുമായിട്ടുള്ളത് 12 ഗോത്രം, 12 ഗോത്രപിതാക്കന്മാർ, 12 അടിസ്ഥാനങ്ങൾ, ക്രിസ്തുവിന്റെ 12 അപ്പോസ്തലന്മാരുടെ പേർ ഓരോ അടിസ്ഥാനത്തിന്മേലും എഴുതപ്പെട്ടിരിക്കുക. ഒരു അപ്പോസ്തലന്റെ പേര് അതിനകത്തില്ല. അറിയാം ആരുടെ അന്ന്? പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലന്റെ പേര് ഈ ന്യൂ ജെറുസലേം, ഈ മണവാട്ടി സഭയുടെ ആ അടിസ്ഥാനത്തിൽ ഇല്ല. കാര്യം എന്തുവാ? പൗലോസ് അപ്പോസ്തലനെ കർത്താവ് വേർതിരിച്ചത് ജാതികളുടെ അപ്പോസ്തലനായിട്ടാണ്, ഇല്ലേ? ദ ജെന്റൈൽസ്. യൂദാ ഇസ്കറിയോത്ത് തെറ്റിപ്പോയപ്പോൾ യൂദാ ഇസ്കറിയോത്തിന് പകരം ചീട്ടിട്ട് മത്തിയാസിനെ എടുത്തു. ആ കർത്താവ് യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരുടെ പേരാണ് അതിൽ എഴുതിയിരിക്കുന്നത്, അല്ലേ? അതേസമയം the body of Christ is not the church that we see in the book of Revelation. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുകയില്ല. അപ്പോൾ തന്നെ അതിന്റെ 27 വാക്യം നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവൻ ആരും അതിൽ കടക്കയില്ല. കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ ആ പുതിയ യെരുശലേമിൽ കയറുവാൻ കഴിയുകയുള്ളൂ, വസിക്കുവാൻ കഴിയുകയുള്ളൂ. ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈ ഭൂമിയിലാണോ നമ്മുടെ പ്രതിഫലം? ഈ ഭൂമിയിലാണോ നമ്മുടെ പ്രത്യാശ? അല്ല. ഈ കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലായി ഹൗ ഇറ്റ് ഈസ് ഡിഫറെന്റ്. ക്രിസ്തുവിന്റെ മണവാട്ടി സഭയാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ പൗലോസ് അപ്പോസ്തലന്റെ 13 ലേഖനങ്ങളിലാണ് കാണുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ആ വിഷയത്തിൽ ഒരു നല്ല ക്ലാരിഫിക്കേഷൻ ലഭിക്കൂ എന്ന്. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ secure@gmail.com എഴുതി അറിയിക്കുക. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.